ഈ തണുപ്പത്ത് ഇത്രയും നേരത്തെ ഇൻട്രോണ്ടാണ് കേട്ടോ ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ എന്തായാലും മിസ്സായാനേട്ടോ. തലേദിവസം എല്ലാവരും ലേറ്റ് ആയിട്ട് കിടന്നുകൊണ്ട് തന്നെ ആർക്കും നേരത്തെ എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു. ബട്ട് നമുക്ക് വീഡിയോ എടുക്കും വേണം, എനിക്ക് അതൊക്കെ കാണും വേണം. അതുകൊണ്ട് ഞാൻ അബീനെ ചവിട്ടി എണിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കാനോട്ടോ. പകുതി എത്തിയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകണമെന്ന് വരെ ആലോചിച്ചു. കാരണം അത്ര തണുപ്പായിരുന്നു. എനിക്ക് തീരെ തണുപ്പ് സഹിക്കാൻ പറ്റാണ്ട് കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാർ ഈ വിറകൊക്കെ കത്തി കൂട്ടി വെച്ചിട്ട് കത്തിക്കണതിൻ്റെ ആ സ്ഥലത്ത് ഒരു 5-6 മിനിറ്റ് ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു പഴയ സ്റ്റേജിലേക്ക് എത്തിയത്. ബട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഓരോ സമയം കൂടുന്നോറും അവിടുത്തെ കോട പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സോ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി താഴെ പോയി വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അവിടെ നിൽക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യും കാലമൊക്കെ ഇങ്ങനെ റെഡ് കളറായി. അതിനിടയിൽ കൂടെ ഞാൻ ഈ മഞ്ഞ് പോലത്തെ ഒരു സംഭവം കണ്ടു കേട്ടോ. അത് മഞ്ഞാണോ അത് വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കട്ടോ. നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ വല്ല പറയിട്ടാ. അങ്ങനെ പോണ വഴിക്ക് ഒരു ചായയും നല്ല പാട്ടയും പരിപ്പാടൊക്കെ കിട്ടിയിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഒരു 5-6 അകത്താക്കി. അങ്ങനെ വേഗം റൂമിലെത്തി വേഗം കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴും അവരെ കടന്ന് ഉറങ്ങാട്ടാ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്തുള്ള നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചോട്ടോ. ഞാൻ പിന്നെ അവിടെ പോയാലും ബിരിയാണി കേട്ടോ കഴിക്കുക. അങ്ങനെ വീണ്ടും കുറച്ച് 2-3 സ്ഥലത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചോട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ഥലം ഏതാണെന്ന് പറയുക, നേരത്തെ ഈ കോട കണ്ടില്ലേ, ആ സ്ഥലമാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയായി മാറിയത്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അമ്മ വിളിച്ചപ്പോൾ എൻ്റെ മൈൻഡൊക്കെ മാറി. എങ്ങനെയും വീട്ടിലെത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല.